വീഡിയോയിൽ ഞാൻ ഇന്ത്യയിലുള്ള 5 ബെസ്റ്റ് കാർ വാക്യൂം ക്ലീനേഴ്സ് എടുത്ത് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇത് എങ്ങനെയാ വർക്ക് ആവുന്നത്, ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആവുള്ളതെന്ന് കമ്പയർ ചെയ്ത് റിയൽ ടൈം ടെസ്റ്റ് ചെയ്യാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. സോ ഈ ടോപ്പ് ബ്രാൻഡ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ സ്വിസ് മിലിറ്ററി, അഗാരോ, ബെർഗ്മൻ, തുസ and 70 mAh. ഇപ്പോൾ എല്ലാ വാക്യൂം ക്ലീനേഴ്സിന്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതിൽ 70 mAh കാണാൻ നല്ലതാണ് ആൻഡ് ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയും വളരെ സ്ട്രോങ് ആണ്. ഈവൻ ഇതിന്റെ മെറ്റീരിയൽ ഫിനിഷിംഗും സ്മൂത്ത് ആൻഡ് നീറ്റ് ആണ്. അങ്ങനെ തന്നെ അഗാരോ, ബെർഗ്മൻ, തുസാനെ കുറിച്ച് നോക്കിയാൽ ഇതും കാണാൻ നല്ലതാണ്. ഈ എല്ലാത്തിന്റെയും ബിൽഡ് ക്വാളിറ്റി സ്ട്രോങ് ആണ്. പക്ഷെ ഇതിന്റെ ബോഡി സൈസ് കുറച്ച് വലുതാണ്. പിന്നെ സ്വിസ് മിലിറ്ററി ബാക്കി എല്ലാത്തിന്റെ കൂടി കമ്പയർ ചെയ്താൽ അത്ര സ്ട്രോങ് അല്ല. ആൻഡ് ഇതിന്റെ സൈസും 70 mAh കൊണ്ട് കമ്പയർ ചെയ്താൽ ഒത്തിരി കോമ്പാക്റ്റാ. ബെർഗ്മൻ ആൻഡ് അഗാരോ ഈ രണ്ടും 660 grams വെയിറ്റേ ഉള്ളൂ. അതുകൊണ്ട് പിടിച്ചോണ്ട് യൂസ് ചെയ്യാൻ കംഫർട്ടബിൾ ആണ്. ആൻഡ് 70 mAh വാക്യൂം ക്ലീനർ 700 grams വെയിറ്റ് ഉണ്ട്. സോ ഇത് പിടിച്ചോണ്ട് യൂസ് ചെയ്യാൻ കുറച്ച് വലുതാണ്. ആൻഡ് ലാസ്റ്റ് തുസ എല്ലാ ക്ലീനേഴ്സിനേക്കാൾ ഇതിന്റെ വെയിറ്റ് കുറച്ച് കൂടുതലാണെന്ന് പറയാം. അഗാരോ, ബെർഗ്മൻ ആൻഡ് തുസ ഈ മൂന്നിന്റെയും ഡസ്റ്റ് ഹോൾഡിംഗ് കപ്പാസിറ്റി കൂടുതലാണ്. ഈ എല്ലാ വാക്യൂം ക്ലീനേഴ്സിൽ ഹെപ്പ ഫിൽറ്റർ ഉള്ളത് കൊണ്ട് 99.9% എയർബോൺ പാർട്ടിക്കിൾസിനെ ക്ലീൻ ചെയ്യും. ലൈക്ക് പെറ്റ് ഹെയർ, മൈക്രോ ഡസ്റ്റ് പാർട്ടിക്കിൾസ് എക്സെട്ര. ഈ എല്ലാ വാക്യൂം ക്ലീനേഴ്സും 3 ബേസിക് അറ്റാച്ച്മെന്റ്സ് കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ്, ഈ ക്ലീനിങ് ബ്രഷ്. ഇതിനെ കണക്ട് ചെയ്ത് കാർപ്പറ്റിലുള്ള ഡസ്റ്റിനെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം. ആൻഡ് സെക്കൻഡ്, ഈ ഫ്ലാറ്റ് നോസിൽ. ഇതിനെ കണക്ട് ചെയ്ത് നാരോ പ്ലേസസിലുള്ള ഡസ്റ്റിനെയും ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം. ആൻഡ് തേർഡ് അറ്റാച്ച്മെന്റ്, ഈ ഫ്ലെക്സിബിൾ ഹോസ്. ഇതിനെ കണക്ട് ചെയ്ത് സീറ്റിന്റെ താഴെ ആൻഡ് ഈ കോർണർ പ്ലേസസിലുള്ള ഡസ്റ്റിനെയും ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം. ഇപ്പൊ ഈ എല്ലാ വാക്യൂം ക്ലീനേഴ്സും എങ്ങനെയാ വർക്ക് ആവുന്നതെന്ന് റിയൽ ടൈം ടെസ്റ്റ് ചെയ്യാം. ഫസ്റ്റ്, ഈ സക്ഷൻ പവറിനെ ചെക്ക് ചെയ്യാം. ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഈ എയർ ഫ്ലോ ഡിവൈസിനെ യൂസ് ചെയ്യുക. ഈ ഡിവൈസിനെ ഈ ബോക്സിൽ വെച്ച് വാക്യൂം ക്ലീനറിനെ കണക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ അഗാരോ ആൻഡ് തുസായിൽ സക്ഷൻ പവർ ഒത്തിരി കൂടുതലാണ്. 184 cm വരെ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ബെർഗ്മൻ ആൻഡ് 70 mAhലും സക്ഷൻ പവർ കുഴപ്പമില്ലെന്ന് പറയാം. പക്ഷെ സ്വിസ് മിലിറ്ററിയിൽ സക്ഷൻ പവർ ഒത്തിരി കുറവാണ്. 127 cm വരെ ഉള്ളൂ. സോ ഇത് ആവറേജ് ആണെന്ന് പറയാം. ഇപ്പൊ ഇത് റിയൽ ടൈമിൽ എങ്ങനെയാ പെർഫോം ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി കാർപ്പറ്റിൽ ഫുൾ ഡസ്റ്റിനെ സ്പ്രെഡ് ചെയ്ത് ടെസ്റ്റിന് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാത്തിനേക്കാൾ തുസ വാക്യൂം ക്ലീനർ എങ്ങനത്തെ എഫേർട്ടും ഇല്ലാതെ ഡസ്റ്റിനെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തു. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് അഗാരോ ആൻഡ് 70 mAhയും കുഴപ്പമില്ലാതെ തന്നെ ഡസ്റ്റിനെ ക്ലീൻ ചെയ്തെന്ന് പറയാം. ബട്ട് സ്വിസ് മിലിറ്ററി ആൻഡ് ബെർഗ്മനിൽ കുറച്ച് കൂടുതൽ എഫേർട്ട് വെച്ച് ക്ലീൻ ചെയ്താലും ലൈറ്റ് ആയിട്ട് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. സോ ഈ രണ്ടും ആവറേജ് ആയിട്ട് പെർഫോം ചെയ്തെന്ന് പറയാം. കാറിലിരുന്ന് ഫുഡ് കഴിക്കാൻ നേരം സീറ്റിന്റെ താഴെ ചെറിയ ഫുഡ് പാർട്ടിക്കിൾസ് വീഴാറുണ്ട്. ഈ ഫ്ലാറ്റ് നോസിലിനെ കണക്ട് ചെയ്ത് ഈ പാർട്ടിക്കിൾസിനെയും ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം. ഈ ടെസ്റ്റിൽ ഞങ്ങൾ ഒബ്സർവ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ സ്വിസ് മിലിറ്ററി, അഗാരോ ആൻഡ് തുസ വാക്യൂം ക്ലീനേഴ്സ് വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു. ഇതിൽ നല്ല സക്ഷൻ പവറിന്റെ കൂടെ വൈഡ് നോസിലും ഉണ്ട്. പിന്നെ ബെർഗ്മനിൽ സക്ഷൻ പവർ നന്നായിട്ടുണ്ടെങ്കിലും ഇതിന്റെ നോസൽ ഡിസൈൻ ക്ലീൻ ചെയ്യാൻ അത്ര കൺവീനിയന്റ് അല്ല. ആൻഡ് ലാസ്റ്റ് 70 mAhനെ കുറിച്ച് സംസാരിച്ചാൽ ഇതിന്റെ നോസൽ ഡിസൈൻ വളരെ നാരോ ആയിട്ടുണ്ട്. അതുകൊണ്ട് വലിയ പാർട്ടിക്കിൾസിനെ ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോ ഇതിന്റെ പെർഫോമൻസ് ആവറേജ് ആണെന്ന് പറയാം. നെക്സ്റ്റ് ടെസ്റ്റിൽ കാറിനെ ഫുൾ ഡസ്റ്റി ആക്കാം. എന്നിട്ട് ഈ എല്ലാ വാക്യൂം ക്ലീനേഴ്സ് എത്ര ഫാസ്റ്റ് ആയിട്ടാ ഡസ്റ്റിനെ ക്ലീൻ ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്യാം. ഇതിൽ സ്വിസ് മിലിറ്ററി ആൻഡ് ബെർഗ്മൻ ക്ലീൻ ചെയ്യാൻ കുറച്ചു കൂടുതൽ 6 to 7 minutes വരെ എടുത്തു. പക്ഷെ അഗാരോ ആൻഡ് 70 mAh ഓൾമോസ്റ്റ് ഹാഫ് ടൈമിൽ തന്നെ ക്ലീൻ ചെയ്തു. തുസായിൽ നോക്കിയ 2 minutes 40 secondsൽ തന്നെ ഡസ്റ്റ് ഒന്നും ഇല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്തു. ആൻഡ് ഇത് വർക്ക് ചെയ്യാൻ നേരം എത്ര നോയ്സ് പ്രൊഡ്യൂസ് ആവുന്നതെന്ന് ടെസ്റ്റ് ചെയ്യാം.
നിങ്ങൾ അബ്സർവ് ചെയ്താൽ എല്ലാ വാക്യൂം ക്ലീനേഴ്സിലും അറൌണ്ട് 80 to 85 dB വരെ സൗണ്ട് പ്രൊഡ്യൂസ് ആവും. ഇതൊത്തിരി കൂടുതലൊന്നും അല്ല. നമ്മുടെ വീട്ടിൽ എക്സോസ്റ്റ് ഫാനിന്റെ സൗണ്ടേ ഉള്ളൂ. ഇത് വയർലെസ് വാക്യൂം ക്ലീനേഴ്സ് ആയതുകൊണ്ട് ഇതിന്റെ ബാറ്ററി ലൈഫും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അതും ചെക്ക് ചെയ്യാം. എല്ലാത്തിനേക്കാളും അഗാരോ തുസ 70 mAh ബാറ്ററി ബാക്കപ്പ് കൂടുതലാണെന്ന് പറയാം. പിന്നെ സ്വിസ് മിലിറ്ററി ആൻഡ് ബെർഗ്മനിൽ കുറച്ച് കുറവ് 18 to 19 മിനിറ്റ്സ് വരെ ബാറ്ററി ബാക്കപ്പ് ഉള്ളൂ. സോ ഈ ടെസ്റ്റ് എല്ലാം അബ്സർവ് ചെയ്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ടേബിളിൽ ഫൈനൽ റിസൾട്ട്സ് കണ്ടാൽ ഇതിൽ ഞങ്ങളുടെ ഫസ്റ്റ് റെക്കമെൻഡേഷൻ തുസ വാക്യൂം ക്ലീനർ. എന്നാന്ന് വെച്ചാൽ ഇത് എല്ലാ ടെസ്റ്റിലും നന്നായിട്ട് പെർഫോം ചെയ്തു. ആൻഡ് ഇതുകൊണ്ട് കാറിലുള്ള ഡസ്റ്റിനെ എങ്ങനത്തെ എഫേർട്ടും ഇല്ലാതെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം. പിന്നെ ഞങ്ങളുടെ സെക്കൻഡ് റെക്കമെൻഡേഷൻ അഗാരോ വാക്യൂം ക്ലീനർ. ഇതും ഓൾമോസ്റ്റ് എല്ലാ ടെസ്റ്റിലും നന്നായിട്ട് പെർഫോം ചെയ്തു. ആൻഡ് ഞങ്ങളുടെ തേർഡ് റെക്കമെൻഡേഷൻ 70 mAh വാക്യൂം ക്ലീനർ. എന്നാന്ന് വെച്ചാൽ ഇതിന്റെ കോമ്പാക്ട് സൈസ് കാരണം ഡെയിലി യൂസ് ചെയ്യാൻ നല്ലതാ. ആൻഡ് ലാസ്റ്റ് സ്വിസ് മിലിറ്ററി ആൻഡ് ബെർഗ്മൻ കുറച്ച് ആവറേജ് ആയിട്ട് പെർഫോം ചെയ്ത്. ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന് വേണ്ടി ഞങ്ങളുടെ ചാനലിനെ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.